അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് 4 സൂറത്ത് പരിചയപ്പെടുത്തി തരാം. ഈ സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. പതിവാക്കിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. നമ്മൾ തൊടുന്നിടത്തിലൊക്കെ നമുക്ക് വിജയങ്ങൾ കിട്ടും, പരാജയങ്ങൾ മാറിക്കിട്ടും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് വന്ന് കിട്ടും, ദാരിദ്ര്യം മാറിക്കിട്ടും, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന് കിട്ടും. നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നടന്ന് കിട്ടുകയും നമ്മുടെ പ്രയാസങ്ങൾ മാറുകയും വീട്ടിൽ ദാരിദ്ര്യമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറിയിൽ വർധനവ് വരും, സാമ്പത്തികമായിട്ട് പുരോഗമിക്കും. ഒരുപാട് ഉപയോഗങ്ങൾ ആ ഒരു സൂറത്തുകളെ കൊണ്ട് ഉണ്ട്. ആ 4 സൂറത്തുകൾ ഏതാണെന്നും അതിൻ്റെ കറാമത്തുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഇതിൽ പറയും പോലെ ഓതുകയും ചെയ്യുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുകയും ചെയ്യുക, തുടർച്ചയായിട്ട് ചെയ്യുകയും ചെയ്യുക. തുടർച്ചയായിട്ട് ഓതിയാലാണ് നമുക്കതിനുള്ള പ്രതിഫലങ്ങൾ അനുഭവിച്ച് അറിയാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ പുട്ടിൽ തേങ്ങ ഇട്ടത് മാതിരി ഓരോ ദിവസം അങ്ങനെ ഓതിയാലൊന്നും നമുക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ കിട്ടുകയില്ല. അങ്ങനെ ഓതിയിട്ട് ഞാൻ ഓതാറുണ്ട്, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ തുടർച്ചയായിട്ട് ഓതുക. അതോടുകൂടി നിങ്ങൾക്ക് മഗ്‌രിബിന് ശേഷമോ ഇശാന് ശേഷമോ ഓതാം. നിങ്ങൾ ഓതേണ്ട സൂറത്തുകളാണ്. ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹയാണ്. ഫാത്തിഹ നമ്മൾ നിത്യവും ഓതുക. ഫാത്തിഹ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റാനും രോഗശമനത്തിനൊക്കെ കാരണമാണ്. നമ്മളൊരു പനിയുള്ള ആളുടെ മേൽ 40 ഫാത്തിഹ ഓതി വെള്ളം മന്ത്രിച്ച് തളിച്ചു കൊടുത്താൽ പനി പെട്ടെന്ന് തന്നെ ശമനം പ്രാപിക്കും. അതൊരുപാട് പേർക്ക് ഫലം കിട്ടിയ ടിപ്സാണ്. ഫാത്തിഹയെ കൊണ്ട് ഒരുപാട് ഫലങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഫാത്തിഹയാണല്ലോ ഓതുക. ഫാത്തിഹ നമ്മൾ 40 പ്രാവശ്യം ഡെയിലി ഓതാൻ കഴിയുമെങ്കിൽ നമുക്ക് അത്രയും ഫലം കിട്ടും. നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത്രക്ക് ഫലമാണ് ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ. ഫാത്തിഹ നമുക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം ഓതാൻ പറ്റുമോ അത്രയും ഓതുക. അടുത്ത ഒരു സൂറത്താണ് യാസീൻ സൂറത്ത്. ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന യാസീൻ സൂറത്ത്. അള്ളാഹു നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞ നമുക്ക് എല്ലാത്തിനും ഒരു ഹൃദയമുണ്ടല്ലോ. ഖുർആനിലായിക്കോട്ടെ നമുക്ക് ഒരു ഹൃദയമുണ്ട്. അതുപോലെ ഓരോരോ സാധനത്തിനും അതിൻ്റേതായ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഖുർആനിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് യാസീൻ. ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ. നമ്മൾ ഏത് സന്ദർഭത്തിലെത്തിയാലും യാസീൻ ഓതി ദുആ ചെയ്താൽ നമുക്ക് ഫലം കിട്ടും. ഒരു ദിവസം പോലും നമ്മൾ യാസീൻ പാരായണം ചെയ്യാതെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. യാസീൻ സൂറത്ത് രാവിലെയും രാത്രിയും പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രക്ക് ഫലമാണ്. നാളെ മരിച്ചു കഴിഞ്ഞാൽ ഈ യാസീൻ സൂറത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഓതേണ്ടത് യാസീൻ സൂറത്ത് എന്തെങ്കിലും ദുഃഖം നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നിങ്ങൾക്ക് യാസീൻ സൂറത്ത് ഓതിയിട്ട് ദുആ ചെയ്യാം. ആ ദുഃഖത്തിന് ശമനം വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും, ദുഃഖങ്ങളൊക്കെ മാറ്റി തരും. അതുകൊണ്ട് എന്ത് കാര്യമായിക്കോട്ടെ യാസീൻ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക, ദിവസവും പാരായണം ചെയ്യുക. അതുപോലെ അടുത്തൊരു സൂറത്താണ് വാക്കിയ സൂറത്ത്. വാക്കിയ സൂറത്ത് പലരും നിസ്സാരമായിട്ട് കാണുന്നുണ്ടാവും. എങ്കിലും നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിങ്ങളോട് ഓതാൻ പറഞ്ഞ ഒരു സൂറത്താണ് വാക്കിയ സൂറത്ത്. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം നമ്മളെ തൊടുക പോലും ഇല്ല. നിങ്ങൾ ഓതി നോക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവപ്പെടുകയും കഷ്ടപ്പാട് അനുഭവപ്പെടുകയും സാമ്പത്തികമായിട്ട് ഞെരുക്കമുണ്ടാവുകയും കടത്തിലകപ്പെടുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വാക്കിയ സ്ഥിരമായിട്ട് നിങ്ങൾ ഓതിക്കോ. ഉറപ്പായിട്ടും പതിയെ നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലെത്തുകയും നല്ലൊരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. അനുഭവം സാക്ഷിയാണ്. നിങ്ങൾക്ക് വാക്കിയ കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. വാക്കിയ ഓതിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. നമുക്ക് ദാരിദ്ര്യം വരുന്നത് സമ്പത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ, സാമ്പത്തികമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണല്ലോ ദാരിദ്ര്യം വരുന്നത്. അപ്പോൾ വാക്കിയ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ദാരിദ്ര്യങ്ങളൊക്കെ മാറിക്കിട്ടും. നമുക്ക് ഏതെങ്കിലും വഴി അള്ളാഹു തുറന്നു തരും. അത് ഉറപ്പാണ്. ജീവിതത്തിൽ പതിവാക്കിയാലാണ് നമുക്കതിനുള്ള ഫലം കിട്ടുക. ഇടയ്ക്കിടയ്ക്ക് ഓതിക്കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഫലം കിട്ടുകയില്ല. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മക്കളെയും എല്ലാവരെയും വാക്കിയ സൂറത്ത് ഓതാനായിട്ട് നമ്മൾ
പഠിപ്പിക്കുക. അടുത്തൊരു സൂറത്താണ്, മൂന്നാമത്തെ സൂറത്താണ് വല്ലുഹ സൂറത്ത്. വല്ലുഹ സൂറത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. വല്ലുഹ സൂറത്ത് നമ്മുടെ വിജയം തന്നെ എന്ന് പറയാം. വല്ലുഹ സൂറത്ത് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ഉദിക്കുന്ന സമയത്തും 7 പ്രാവശ്യം അല്ലെങ്കിൽ 11, 21 അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ സ്ഥിരമായിട്ട് ഓതുകയാണെങ്കിൽ ആ മനുഷ്യന് പിന്നെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നതാണ്. ദുആകൾ സ്വീകരിക്കും. കല്യാണം കഴിയാത്ത മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിയും. അതുപോലെ ജോലി തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറും. ജോലി കിട്ടാൻ ആവശ്യമുണ്ടെങ്കിൽ അത് കിട്ടും. എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആവശ്യം അതൊക്കെ തടസ്സങ്ങളില്ലാതെ അള്ളാഹു പെട്ടെന്ന് നമുക്ക് സാധിപ്പിച്ചു തരും. വല്ലുഹ സൂറത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ വീടൊരു പ്രകാശം പോലെ വല്ലുഹ പോലെ നിൽക്കും. വല്ലുഹ ഒരു മനുഷ്യന് കുണ്ടിൽ വീഴുമ്പോൾ അത് രക്ഷിക്കാനായിട്ട് ഒരു തുണ്ട് കയറിൻ്റെ കഷ്ണം കിട്ടുമ്പോൾ നമ്മൾ പിടിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അതുപോലെ നമ്മുടെ ജീവിതം നരകത്തിൽ പോകുമ്പോൾ, നമ്മുടെ ജീവിതം പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കയറാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു തുണ്ട് കയറാണ് വല്ലുഹ സൂറത്ത്. വല്ലുഹ സൂറത്തിനെ മുറുകെ പിടിച്ച് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലെത്തും. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് എത്തുകയും ചെയ്യും. ജീവിതത്തിൽ പതിവാക്കി നോക്കുക, ഉറപ്പായിട്ടും അനുഭവം ഉണ്ടാകും. എന്നിട്ട് ഇതിന് ഫലം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. തിരോധാനം സംഭവിച്ചവർ തിരിച്ചു വരാൻ ഇത് ഓതുക. വല്ലുഹ സൂറത്തിന് ഒരുപാട് ഫലം കിട്ടുന്നതാണ്. ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനൊക്കെ നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതാം. അവർ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ മടങ്ങിയെത്തും, അത് ഉറപ്പാണ്. കാര്യം മറന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സൂറത്ത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഓതാം. ഒരുപാട് ഫലങ്ങളുള്ള ഒരു സൂറത്താണ്. വല്ലുഹനെ കൊണ്ട് പറയുകയാണെങ്കിൽ വല്ലുഹ ആരെങ്കിലും സൂര്യോദയ നേരത്തും അസ്തമയ സമയത്തും 7 പ്രാവശ്യം ഓതിയാൽ അവൻ്റെ ധനം പാഴാകില്ല, ഉടമയിലുള്ളത് ഓടിപ്പോകില്ല, അയാളുടെ വീട്ടിൽ നിന്നൊന്നും മോഷ്ടിക്കുകയുമില്ല, വീട്ടിൽ ഒരു ഫസാദും ഉണ്ടാവുകയില്ല, മോഷ്ടാക്കളുടെ പിശാചുകളുമൊക്കെ അകന്നു പോവും. രാത്രിയിൽ അയാളുടെ വീടിനെ സമീപിച്ചാലും അവരെ ഒരു വലിയൊരു മതിൽ കൊണ്ട് അവരെ തടസ്സം വെക്കും. അപ്പുറം കടക്കാൻ അവർക്ക് ആവുകയുമില്ല. ഇത്രയൊക്കെ വല്ലുഹ സൂറത്തിൻ്റെ മഹത്വങ്ങളാണ്. ഇത്രയും വലിയ മഹത്വങ്ങളുള്ള സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന കയറ് തന്നെയാണ്. നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. അടുത്ത ഒരു സൂറത്താണ് നിങ്ങൾ പതിവാക്കേണ്ടത്. നിങ്ങൾ പലരും അറിഞ്ഞിട്ടും പാരായണം ചെയ്യാത്ത സൂറത്താണ് അലം നശ്റ സൂറത്ത്. നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരങ്ങളിൽ എത്താൻ പറ്റിയ ഏറ്റവും വലിയ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, വല്ലവനും അലം നശ്റ ഓതിയാൽ ഞാൻ ദുഃഖിതനായിരിക്കുമ്പോൾ അവൻ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെ. അത്രയ്ക്ക് മഹത്വമുള്ള സൂറത്താണ്. സാമ്പത്തികമായിട്ട് നമുക്ക് മുന്നോട്ട് എത്താൻ കഴിയും. 5 വക്ത് നിസ്കാരത്തിന് ശേഷം അലം നശ്ർ പതിവാക്കിയാൽ അയാളുടെ കാര്യങ്ങളെയെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ദുഃഖമെല്ലാം അകറ്റും. ഓർക്കാത്ത വിധത്തിൽ അയാൾക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ കഴിയും. അലം നശ്ർ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക. ഈ 4 സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. ഫാത്തിഹ, യാസീൻ, വാക്കിയ, അലം നശ്ർ, അതുപോലെ വല്ലുഹ സൂറത്ത്. 4 അല്ല 5 സൂറത്തുണ്ട്. 5 സൂറത്തുകൾ ജീവിതത്തിൽ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എല്ലാവരെയും അള്ളാഹു വിജയിപ്പിക്കട്ടെ.